ഹായ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കുട്ടിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു കൊച്ചു കുഞ്ഞ് ഒളിച്ചിരിപ്പുണ്ട്. അതായത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ഭാവം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പുഞ്ചിരി എത്രത്തോളം സുന്ദരമാണ്. നല്ലൊരു പൂ കാണുന്ന പോലെ നിഷ്കളങ്കമായ ഒരു കുഞ്ഞിൻ്റെ ചിരി, അത് വളരെ നമ്മൾ ആസ്വദിക്കുന്നവരാണ്. കുഞ്ഞുങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അവര് നിഷ്കളങ്കമായ ഒരു ഭാവമുള്ളവരാണ്. അവർക്ക് അഭിനയിക്കാൻ അറിയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ചർച്ച ചെയ്യുന്നത്, നമ്മളും കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കരാവുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ അഭിനയിക്കാതിരിക്കുക. സാധാരണ ഒരു പഴഞ്ചൊല്ലുണ്ട്, അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന് പറയും. കൂട്ടുകാരധികം കേട്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ അർത്ഥം, ഉള്ളിൽ കുറേ കാര്യങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ട് പുറമെ സ്നേഹത്തോടെ പെരുമാറുക എന്നുള്ളതാണ്. ഉള്ളിൽ ദേഷ്യമോ വൈരാഗ്യമോ ഇതൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ട് പുറമെ വളരെ സ്നേഹപൂർവ്വം പെരുമാറും, അഭിനയിക്കും. നമ്മൾ യഥാർത്ഥത്തിൽ അഭിനയിക്കേണ്ടവരല്ല. നമ്മളൊരു നാടകത്തിലോ സിനിമയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭാഗത്തിലോ അഭിനയിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ വിഷയത്തിലും ഒരു സ്വാഭാവികത വരിക എന്നുള്ളതാണ്, നിഷ്കളങ്കത വരിക എന്നുള്ളതാണ്. നമുക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടാം, സന്തോഷം വരുമ്പം ചിരിക്കാം, സങ്കടം വരുമ്പം കരയാം. എല്ലാ സ്നേഹപ്രകടനങ്ങളും നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും. പക്ഷെ അതിലെല്ലാം നമുക്ക് നിഷ്കളങ്കമായ ഒരു ഭാവം ഉണ്ടാവണം. നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ആ നിഷ്കളങ്കത സൂക്ഷിക്കാൻ പറ്റണം. ചമയങ്ങളില്ലാതെ, വെച്ചുകെട്ടലുകളില്ലാതെ, അഭിനയങ്ങളില്ലാതെ തികച്ചും സ്വാഭാവികമായ ഒരു മനുഷ്യനായി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അപ്പോഴാണ് ആ കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമാവാൻ സാധിക്കുന്നത്. ഒരു മഞ്ഞുതുള്ളിയെ പോലെ പരിശുദ്ധമാവാൻ സാധിക്കുന്നത്. നമ്മൾ പുറമേ ഒന്ന് കാണിച്ചുകൊണ്ട് ഉള്ളിൽ കുറേ കാര്യങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് യാഥാർത്ഥ്യമാണുള്ളത്? അപ്പോൾ നമ്മുടെ ബന്ധങ്ങളിൽ ഏറ്റവും അധികം വേണ്ടത് ഈ നിഷ്കളങ്കതയാണ്, ഈ സ്വാഭാവികതയാണ്. മറ്റുള്ളവരുടെ വിഷമം കണ്ടാൽ നമുക്ക് യഥാർത്ഥത്തിൽ വിഷമം തോന്നണം. മറ്റുള്ളവരുടെ സന്തോഷം അതിൽ നമ്മൾ പങ്കിടുമ്പോൾ, അതിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഉള്ളുകൊണ്ട് സന്തോഷിക്കണം. പുറമേ സന്തോഷിക്കുന്നത് പോലെ തന്നെ ഉള്ളുകൊണ്ട് സന്തോഷിക്കണം. അതുപോലുള്ള മറ്റുള്ളവരുടെ പ്രതിസന്ധികൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഉള്ളുകൊണ്ടും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കണം, ആ മനുഷ്യന് ആ ബുദ്ധിമുട്ട് മാറിയിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിക്കണം. അല്ലാതെ നമ്മുടെ ബന്ധങ്ങൾ യാന്ത്രികമായി പോകാൻ പാടില്ല. നമ്മളെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമായിരുന്നാലും, മക്കളുമായിട്ടുള്ള ബന്ധമായിരുന്നാലും, ഭാര്യമാരുമായിട്ടുള്ള ബന്ധമായിരുന്നാലും, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധമായിരുന്നാലും, ഇതിലെല്ലാം നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട ഒരു ഗുണം, ഏറ്റവും നല്ലൊരു ഗുണമെന്ന് പറയുന്നത് നിഷ്കളങ്കതയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നിഷ്കളങ്കമായ ഈ ഒരു മുഖം കാണാൻ പറ്റും. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞ സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ വിഷമം കണ്ടു കഴിഞ്ഞാൽ കരയാൻ പാടില്ല, അങ്ങനെയൊന്നുമല്ല. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് കാണുന്ന രീതിയിൽ പുഞ്ചിരിച്ച് സന്തോഷിച്ച സന്ദർഭമുണ്ട്. മറ്റുള്ളവരുടെ ദുഃഖം കണ്ടപ്പോൾ മനോക്ഷമത്തോടുകൂടി പെരുമാറിയ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. വീഡിയോ നീണ്ടുപോകുന്നുള്ളത് കൊണ്ട് ഒന്നും വിശദമായി പറയാനുള്ള സന്ദർഭമല്ല. ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഉൾക്കൊള്ളുമ്പോഴും നിഷ്കളങ്കതയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ സ്വാഭാവികതയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
ജീവിതം എന്ന് പറയുന്നത് കുറേ വെച്ചുകെട്ടലുകളുടെ, കുറേ അഭിനയങ്ങളുടെ പേരല്ല, മറിച്ച് മനുഷ്യൻ്റെ സ്വാഭാവികമായ നിഷ്കളങ്കമായ ഗുണത്തോടുകൂടി ഓരോ മനുഷ്യരെയും നമ്മൾ തെളിമയാർന്ന ഗുണത്തോടുകൂടി സ്വഭാവത്തോടുകൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ, ഓരോ മനുഷ്യരും ആയിട്ട് ബന്ധപ്പെടുമ്പോൾ അവിടെ പടച്ചവന് വേണ്ടിയിട്ടുള്ള നിഷ്കളങ്കമായ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുകയാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കാണുമ്പോഴും അവർ നന്നാവണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടിയായിരിക്കണം നമ്മൾ അവരുമായി ഇടപെടേണ്ടത്. നേരെ മറിച്ച് ഒരു പരിഹാസത്തോടു കൂടി അവരെ നമ്മൾ കാണാതിരിക്കുക. മനുഷ്യൻ എന്നുള്ള ബലഹീനതകൾ എല്ലാവർക്കും ഉണ്ട്. ആരും ആ വിഷയത്തിൽ പൂർണ്ണനല്ല. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാ വിഷയങ്ങളെയും വളരെ സ്വാഭാവികമായി കളങ്കമില്ലാതെ സമീപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മളെല്ലാവരും നിഷ്കളങ്കമായ ജീവിതത്തിനെ സമീപിക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും കൂടുതൽ നമ്മൾ നിഷ്കളങ്ക ഭാവം പ്രകടിപ്പിക്കേണ്ടത് പടച്ചവനോട് തന്നെയാണ്. നമ്മുടെ ഈ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും തന്ന് നമ്മളെ പരിപാലിച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന പടച്ചവനോട് നമ്മൾ എത്ര നിഷ്കളങ്കത കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നിസ്കാരത്തിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ടാണ് നിസ്കരിക്കുന്നത്. പുറമേ നമ്മൾ നിസ്കാരത്തിൻ്റെ ചിട്ടയിലും മര്യാദയിലും ഒക്കെ ആണെങ്കിലും നമ്മളെ ഉള്ളുകൊണ്ട് നമ്മൾ പടച്ചവനെ ഓർമ്മിച്ച് എൻ്റെ അള്ളാഹ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഉള്ളുകൊണ്ട് നമ്മളെ അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് നമസ്കരിക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ ആർക്കെങ്കിലും സാധിക്കുകയാണെങ്കിൽ അത് വലിയ ഭാഗ്യശാലിക്കൾക്കേ പറ്റുള്ളൂ. അത് വലിയ ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആരാധന കർമ്മങ്ങളായിരുന്നാലും സഹജീവികളോടുള്ള ഇടപെടലായിരുന്നാലും തികച്ചും സ്വാഭാവികമായിരിക്കണം, അള്ളാഹ്ക്ക് വേണ്ടി ആയിരിക്കണം. നമ്മളൊരു തെറ്റ് തിരുത്തി കൊടുക്കുമ്പോഴും നമ്മൾ തെറ്റിനെ വെറുക്കുക, ആ വ്യക്തിയല്ല വെറുക്കേണ്ടത്. സ്നേഹത്തോടുകൂടി സൗമ്യതയോടുകൂടി ഈ മനുഷ്യൻ നന്നായി വരണമെന്ന ചിന്തയോടുകൂടി വേണം നമ്മൾ ആ തെറ്റ് തിരുത്തി കൊടുക്കേണ്ടത്. പൊങ്ങച്ചത്തോടുകൂടി, അഹങ്കാരത്തോടുകൂടി, ആക്ഷേപത്തോടുകൂടി നമുക്കാരും തിരുത്താനായിട്ട് അവകാശമില്ല. നമുക്കങ്ങനെ തിരുത്താൻ സാധിക്കില്ല. വെച്ചുകെട്ടിയ പൊങ്ങച്ചങ്ങളോ ആർഭാടങ്ങളോ മറ്റ് ആഡംബരങ്ങളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല. തികച്ചും ഒരു സ്വാഭാവിക മനുഷ്യനായി തീരുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിന് വേണ്ടി ആയിത്തീരുക എന്നുള്ളതാണ്. അവിടെയാണ് മനുഷ്യൻ മലക്കിനേക്കാൾ, മാലാഖയേക്കാൾ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. സ്നേഹം പ്രകടിപ്പിക്കേണ്ടടുത്ത് പ്രകടിപ്പിച്ചുകൊണ്ട്, വാത്സല്യം പ്രകടിപ്പിക്കേണ്ടടുത്ത് അത് ശരിയായി പ്രകടിപ്പിച്ചുകൊണ്ട്, സന്തോഷിക്കുമ്പോൾ നിഷ്കളങ്കമായി സന്തോഷിക്കാനും സങ്കടപ്പെടുമ്പോൾ നിഷ്കളങ്കമായി സങ്കടപ്പെടാനും നമുക്ക് സാധിക്കണം. തുറന്ന പങ്കുവയ്ക്കലുകൾ വേണ്ട സ്ഥലത്ത് നമ്മുടെ ഹൃദയം തുറക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഹൃദയം തുറന്ന് സംസാരിക്കണം. ഇങ്ങനെ സ്വാഭാവികമായ ഒരു ഭാവം നമ്മൾ നിലനിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിഷ്കളങ്കമായ ഒരു ജീവിതം നയിക്കാൻ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ.